ആ പഠിക്കുന്ന അമ്മായി. പതിവില്ലാത്ത കാര്യമൊക്കെ ആണല്ലോ. എന്തോ തൊട്ടുവരുന്ന്. ഞാൻ വിചാരിച്ചെന്റെ കാല് വാരി തറയടിക്കാൻ പോണു. എന്തോന്നമ്മായി പറയുന്നേ? എന്തിനു കാല് തൊട്ട് വരുന്നത്? ചുമ്മാ. ഇനി ഇങ്ങനെയൊക്കെയാണ്. എന്തായാലും ഞാൻ നിനക്ക് മിഠായി കൊണ്ടുവന്നിട്ടുണ്ട്. താങ്ക്സ്. ഇനി എപ്പോഴും ഇങ്ങനെ മിഠായി കൊണ്ടുവരണമെന്നില്ല. അതെന്ത്? എപ്പോഴും ഇങ്ങനെ മിഠായി കഴിക്കുന്നതിലൊക്കെ ഞാൻ നിർത്തി. മനസ്സിലായില്ല. എപ്പോഴും ഞാൻ മിഠായി കഴിക്കുന്നതൊക്കെ നിർത്തിയെന്ന്. അമ്മായി അങ്കളടുത്തോട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? പോയാലും നടന്നില്ലടേ. ആണാ? സ്വാഭാവികം. മുട്ടായിയാ? അല്ല, നീ അവിടെ നിന്ന് എവിടെ നിന്ന് വരുന്നു? ഞാൻ അമ്മയുടെ റൂമിൽ നിന്ന് പറഞ്ഞു. അമ്മായിയുടെ റൂമിൽ നിന്ന് പറഞ്ഞു. അതെന്താ അമ്മായിയുടെ റൂമിൽ നിന്ന് വന്നത്? അവിടെ പോയി കിടക്കായിരുന്നു. എന്ത് സുഖമെന്ന് പറയും അവിടെ കിടക്കുക. അപ്പോ നല്ല കാറ്റ്. അവിടെ സുഖം അല്ലേ? ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ ചൂടുള്ള റൂമാണ് അത്. അവിടെ എങ്ങനെയാണ് നിനക്ക് ഇത്ര സുഖം വന്ന്? കള്ളം പറയരുത്. ഇല്ല, എടുത്തിട്ടില്ല. അത്ര സംശയം നമ്മള് സംശയമാണ്. നീ ആയോണ്ട് സംശയിക്കണമല്ലോ. ഓരോരുത്തരുടെ റൂമിൽ കയറി പൊട്ടും പൊടിയും അടിച്ചു മാറ്റുന്നത് നല്ല ശീലമല്ല. അതങ്ങ് നിർത്തണം. ആരീ പറയണേ? പാറു ഇപ്പൊ ഇങ്ങനെ ഒരുപാടങ്ങ് മാറി. കൊച്ചൊന്നുമല്ല, ചീത്തവാക്കൾ ഉപയോഗിക്കത്തില്ല. നല്ല കൊച്ച. നിക്കണം നിപ്പോ. ആണല്ലേ? ചുമ്മാതല്ല, ഞാൻ വന്നോണ്ട് എന്റെ കാലിലൊക്കെ തൊട്ട് കൊടുത്തടാ. കാലൊക്കെ വീണോ? ഓ, അപ്പൊ ഇനി മൂത്തവരെ കണ്ട കാലിൽ വീഴും. എനിക്ക് വയ്യ. പാറു, എന്ത് പറ്റിയടാ? മാനസാന്തരം വന്നാ? ഇനി പഠിത്തം, ഈശ്വര ചിന്ത അതൊക്കെ ഉള്ളു. അല്ലാതെ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്ന പരിപാടിയൊക്കെ നിർത്തി. ഇതെന്റെ പാറു അല്ല. എന്റെ പാറു ഇങ്ങനെയല്ല. ഈ അമ്മ ഇത് കൊളവാക്കും. ആഹാ, ഗൗരി നീയാ? ഞാൻ നിനച്ച വേറെ യാരോന്ന്. സത്തം കേട്ടിട്ട് എനിക്ക് പുരിയവേ ഇല്ല ഗൗരി. കണ്ടാ കുറച്ച് ദിവസം ഞാൻ ഇവിടെ നിന്ന് മാറി നിന്നപ്പോ എന്റെ സൗണ്ട് അങ്ങ് മറന്നല്ലേ? കൊള്ളാം. അയ്യോ, അപ്പടിയില്ലേ, ക്ലിയറാ കേക്കല. അങ്ങനെ ലജം പറയണം. എന്താണ് വിളിച്ചോർപ്പിച്ച? ആര്? പാരന്റ് സ്കൂളിൽ നിന്നാ? ഹെഡ് മാസ്റ്ററാ? എന്നിട്ട് ടീച്ചർ വന്നിട്ട് വിളിച്ചേ? സംഭവം തര്. ഓ, ചേച്ചി പോവോ? ഞാൻ പോണോ? ചേച്ചി വന്നിട്ട് ചേച്ചി കൂടെ. ശരി, ഞാൻ പോവാം. ഓക്കെ, ശരി. മോളിതപ്പോ വന്നു? ഞാൻ ജസ്റ്റ് എത്തിയുള്ളൂ അമ്മ. ആരാ മോനെ ഫോണില്? ലച്ചേച്ചി വിളിച്ചത്. എന്ത്? നമ്മുടെ പാറുവിന്റെ സ്കൂളിൽ നിന്ന് ഹെഡ് മാസ്റ്റർ വിളിച്ചായിരുന്നു. ടീച്ചർ എന്തോ പറയട്ടെ, അവിടെ പോണം. അവളവിടെ അങ്ങ പോനാടാ? പുറത്തോട്ട് പോയാ? ഇല്ലടാ, ഉള്ളതാ പോനാ. ഉള്ളി എടേ, എവിടെ? എന്താ ഏട്ടാ? മകളുടെ സ്കൂളിൽ നിന്ന് വിളിച്ചായിരുന്നടാ ഹെഡ് മാസ്റ്റർ. എന്തിനെന്നാ? അതെനിക്ക് എങ്ങനെ അറിയാം? എടീ, ഹെഡ് മാസ്റ്റർ എന്തോ ടീച്ചർ പറഞ്ഞിട്ട് എന്തോ വിളിച്ചെന്നൊക്കെയാണ് ലച്ചേച്ചി എടുത്ത് വിളിച്ച് പറഞ്ഞത്. ഇപ്പൊ എന്തായാലും സ്കൂളിലോട്ട് പോകുന്ന നമുക്ക് ചേട്ടൻ പൊക്കോ. നിന്റെ സ്കൂളിലോട്ട് നിന്റെ ഹെഡ് മാസ്റ്റർ വിളിപ്പിച്ച്. അപ്പോ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് വേണ്ടേ പോവാൻ? അല്ല, ചേട്ടൻ പൊക്കോ. അതെന്താ ലോജിക്ക്? എടീ, നിന്റെ സ്കൂളിൽ നിന്നാണ് വിളിപ്പിച്ചേക്കണേ. അപ്പൊ ഒരുമിച്ച് വേണം പോവാൻ. ഹെഡ് മാസ്റ്റർ വിളിച്ചത് പേരൻസ് മീറ്റിംഗ് വല്ലതായിരിക്കും. പേരൻസ് മീറ്റിംഗാ? അത് നേരത്തെ പറഞ്ഞിട്ടില്ലല്ലോ. എന്തായാലും മോനൊന്ന് പോയിട്ട് വാ. ചേട്ടാ, പോണോന്നില്ല. പ്രിൻസിപ്പൾ വിളിച്ചിട്ട് സ്കൂളിൽ പോണ്ടെന്ന് ആടിയവള്. ചേട്ടാ, ചേട്ടന് നിർബന്ധമാണെങ്കിൽ ചേട്ടൻ പൊക്കോ. ചേട്ടൻ പൊക്കോളാൻ. അപ്പൊ നീ വരണില്ലേ? ഇല്ല ഏട്ടാ, എനിക്ക് കുറെ പഠിക്കാനും ഉണ്ട്, പിന്നെ ദേവി മന്ത്രം ചൊല്ലാനും ഉണ്ട്.
എന്തായാലും മോനൊന്ന് പോയിട്ട് വാ. അപ്പൊ പിന്നെ ഞാൻ പോയിട്ട് വരാം. മക്കള് പഠിച്ചിട്ട് ദേവീമന്ത്രം ചൊല്ലിട്ടിരി കേട്ടാ. എന്റെ ദേവിയെ എന്നെ രക്ഷിക്കണേ. Kannan Devi Group presents West Zone Flowers Aka Ponnonakazha 2025.